4ാം ക്ലാസ്സിൻ്റെ മലയാളം ആനുവൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് കൂട്ടുകാർക്ക് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കാനുള്ള സമയമാണ്. ആകെയുള്ള 6 പ്രവർത്തനങ്ങളിൽ 1ാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായിട്ടും ഉത്തരം എഴുതിയിരിക്കണം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 4 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന രാത്രി. പരന്ന വയലുകൾക്കപ്പുറത്തുള്ള മാമരങ്ങൾ പോലും വ്യക്തമായി കാണാം. ആകാശത്ത് ചന്ദ്രൻ വെള്ളിത്തളിക പോലെ തിളങ്ങുന്നു. കണ്ണുമിഴിച്ചു നോക്കുന്ന വെള്ളപ്പൂക്കളുടെ ഭംഗിയും മണവും ഒന്ന് വേറെ തന്നെ. അങ്ങകലെ തലയുയർത്തി നിൽക്കുന്ന മലമടക്കുകൾക്ക് നിലാവെളിച്ചത്തിൽ അഴകേറി. ഒരു വെള്ളി അരഞ്ഞാണം പോലെ പുഴ, മുല്ലപ്പൂക്കൾ വാരിയെറിഞ്ഞതുപോലെ നക്ഷത്രങ്ങൾ. കണ്ണെടുക്കാതെ നോക്കി നിന്നപ്പോൾ മിന്നുന്ന നക്ഷത്രങ്ങൾ എന്തോ പറയുന്നത് പോലെ. ചെറുകാറ്റിൽ ആലോലമാടുന്ന ഇലകൾ രാത്രിയുടെ ഭംഗി കൂട്ടുന്നു. രാത്രിയിൽ പുറത്തിറങ്ങാൻ എനിക്ക് പേടിയായിരുന്നു. എന്നിട്ടും അമ്മയുടെ കൂടെ ഞാൻ പുറത്തിറങ്ങി. രാത്രിയുടെ ഭംഗി പറഞ്ഞാലും തീരില്ല. കൂട്ടുകാർ വർണ്ണന വായിച്ചല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതൂ. 1ാമത്തെ ചോദ്യം, വെള്ളിത്തളിക പോലെ ആകാശത്ത് കാണുന്നത് എന്താണ്? ചന്ദ്രനാണ് അല്ലേ? 2ാമത്തെ ചോദ്യം, നിലാവിൽ കാണുന്ന പുഴയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? വെള്ളി അരഞ്ഞാണം പോലെ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 3ാമത്തെ ചോദ്യം, ചന്തം എന്ന് അർത്ഥം വരുന്ന ഏതൊക്കെ പദങ്ങളാണ് വർണ്ണനയിലുള്ളത്? ഭംഗി, അഴക്. 4ാമത്തെ ചോദ്യം, മുല്ലപ്പൂക്കൾ വാരിയെറിഞ്ഞതുപോലെ നക്ഷത്രങ്ങൾ. നിലാവുള്ള രാത്രിയിൽ മേഘങ്ങളെ കണ്ടാൽ ഇതുപോലെ നിങ്ങൾക്ക് എന്തായിരിക്കും തോന്നുക? അടുക്കി വെച്ച പഞ്ഞിക്കെട്ടുകൾ പോലെയാണ് നിലാവുള്ള രാത്രിയിൽ മേഘങ്ങളെ കണ്ടാൽ നമുക്ക് തോന്നുക. 5ാമത്തെ ചോദ്യം, ഈ വർണ്ണനയ്ക്ക് ഒരു തലക്കെട്ട് നൽകൂ. എന്താണ് നമ്മൾ നൽകുക? നിലാവെളിച്ചത്തിലെ രാത്രി. പ്രവർത്തനം 2, വിവരണം തയ്യാറാക്കാം. നിങ്ങളുടെ വിദ്യാലയത്തിൽ ഈ അധ്യയന വർഷം ധാരാളം പരിപാടികൾ നടന്നിരിക്കുമല്ലോ. ഉദാഹരണത്തിന് പ്രവേശനോത്സവം, ദിനാഘോഷങ്ങൾ, ക്യാമ്പുകൾ, യാത്രകൾ, മത്സരങ്ങൾ. ഇവയിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനാഘോഷത്തെക്കുറിച്ചുള്ള ഒരു ലഘുവിവരണം നോക്കൂ. ഇത്തവണയും ഞങ്ങളുടെ സ്കൂളിൽ റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ചു. രാവിലെ 9 മണിക്ക് സ്കൂൾ അങ്കണത്തിൽ നാട്ടിയ കൊടിമരത്തിൽ പ്രധാന അധ്യാപകൻ മറ്റു അധ്യാപകരുടെ സാന്നിധ്യത്തിൽ ദേശീയ പതാക ഉയർത്തി. ഞങ്ങൾ എല്ലാവരും പതാകയ്ക്ക് സല്യൂട്ട് ചെയ്ത് പാട്ടുപാടി. കൂടാതെ പായസ വിതരണവും ഞങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. റിപ്പബ്ലിക് ദിനത്തിലേക്ക് എത്തിച്ചേർന്ന വഴികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും നടന്നു. ചായ സൽക്കാരത്തോടെയാണ് പരിപാടികൾ അവസാനിച്ചത്. പ്രവർത്തനം 3, സംഭാഷണം എഴുതാം. താഴെ ഒരു ഡയറിയുടെ ചെറിയൊരു ഭാഗമാണ് നൽകിയിരിക്കുന്നത്. 11/8/2022 വ്യാഴം. മുറ്റത്ത് പൂച്ചെടിയിൽ ഇലയുടെ ചുവട്ടിൽ എന്തോ തൂങ്ങിക്കിടക്കുന്നു. ഞാൻ അമ്മയെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അത് പൂമ്പാറ്റയുടെ പ്യൂപ്പയാണെന്ന് അമ്മ പറഞ്ഞു. ശരിയാണ്, 3ാം ക്ലാസ്സിൽ ഇതേക്കുറിച്ച് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ കാത്തിരിപ്പ് തുടങ്ങി. പ്യൂപ്പ പൊട്ടിച്ച് പൂമ്പാറ്റ പുറത്തിറങ്ങുന്നത് കാണാൻ. ശ്രേയയുടെ ഡയറി വായിച്ചല്ലോ. പ്യൂപ്പ വിരിഞ്ഞു, ശലഭം പുറത്തു വന്നു. വർണ്ണച്ചിറകുള്ള നല്ല ചിത്രശലഭം. ശ്രേയയ്ക്ക് പൂമ്പാറ്റയോട് പലതും പറയാനുണ്ട്. ശ്രേയയും പൂമ്പാറ്റയും തമ്മിലുള്ള സംഭാഷണം എഴുതൂ. ശ്രേയയും പൂമ്പാറ്റയും തമ്മിലുള്ള സംഭാഷണമാണ് കൂട്ടുകാരോട് പൂരിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ശ്രേയ: ഹായ് പൂമ്പാറ്റ പെണ്ണേ. പൂമ്പാറ്റ: ഹായ് കൂട്ടുകാരി. ശ്രേയ: ഞാൻ നിന്റെ വരവും കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ പൂമ്പാറ്റ എന്താ ചോദിക്കുന്നത്? കാത്തിരിക്കുകയോ? എങ്ങനെ? അപ്പോൾ ശ്രേയ പറയാണ്, ഞാൻ ഇലയുടെ ചുവട്ടിലെ പ്യൂപ്പ കണ്ടിരുന്നു. പൂമ്പാറ്റ: ആണോ? ഇപ്പോൾ സന്തോഷമായോ? അപ്പോൾ ശ്രേയ എന്താ പറയുന്നത്? സന്തോഷമായി. എന്ത് ഭംഗിയാ നിന്നെ കാണാൻ. അപ്പോൾ പൂമ്പാറ്റ പറയാണ്, വാ കൂട്ടുകാരി, നമുക്ക് കളിക്കാം. പ്രവർത്തനം 4, ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. ലോകപ്രസിദ്ധ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനായി താഴെ നിങ്ങൾക്ക് കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. ഈ സൂചനകൾ എല്ലാം ഒന്ന് വിശദീകരിച്ച് എഴുതിയാൽ മതി. എന്തൊക്കെയാണ് ഇവിടെ സൂചനകളായി നൽകിയിരിക്കുന്നത്? അച്ഛൻ ജോർജ് മെസ്സി,
അമ്മ സെലിയ കുചിറ്റിനി 2014 മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ ലഭിച്ചു. 2022 ഖത്തർ വേൾഡ് കപ്പ് ജേതാവ്, ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ, മികച്ച ഫുട്ബോൾ കളിക്കാരനുള്ള ബാലൺ ഡി ഓർ പുരസ്കാരം 7 തവണ ലഭിച്ചു. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ഫുട്ബോൾ സ്വർണം നേടിയ അർജന്റീന ടീമിൽ അംഗം. മുഴുവൻ പേര് ലയണൽ ആന്ത്രാസ് മെസ്സി. ജനനം 1987 ജൂൺ 24, അർജന്റീനയിലെ റൊസാരിയോ. ഇനി നമ്മൾക്ക് ജീവചരിത്ര കുറിപ്പൊന്ന് തയ്യാറാക്കി നോക്കാം. 1987 ജൂൺ 24 അച്ഛൻ ജോർജ് മെസ്സിയുടെയും അമ്മ സെലിയ കുചിറ്റിനിയുടെയും മകനായി അർജന്റീനയിലെ റൊസാരിയോയിലാണ് ലയണൽ മെസ്സിയുടെ ജനനം. ലയണൽ ആന്ത്രാസ് മെസ്സി എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. 2008 നടന്ന ബീജിംഗ് ഒളിമ്പിക്സിൽ ഫുട്ബോൾ സ്വർണം നേടിയ അർജന്റീന ടീം അംഗങ്ങളിൽ ഒരാളാണ് മെസ്സി. മികച്ച ഫുട്ബോൾ കളിക്കാരനുള്ള ബാലൺ ഡി ഓർ പുരസ്കാരം അദ്ദേഹത്തിന് 7 തവണ ലഭിച്ചിട്ടുണ്ട്. 2014 2022 ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ സ്വന്തമാക്കുകയും 2022 ഖത്തറിൽ നടന്ന വേൾഡ് കപ്പ് മത്സരത്തിലെ ജേതാവുമാണ് ലയണൽ മെസ്സി. പ്രവർത്തനം 5. പോസ്റ്റർ തയ്യാറാക്കാം. ചില പത്രവാർത്തകളുടെ തലക്കെട്ടുകൾ നൽകിയിരിക്കുന്നത് കൂട്ടുകാർ വായിച്ചു നോക്കൂ. ഭക്ഷ്യവിഷബാധ, കുട്ടികൾ ആശുപത്രിയിൽ. പച്ചക്കറികളിൽ വ്യാപകമായ കീടനാശിനി പ്രയോഗം. ഫോർമാലിൻ കലർന്ന 500 കിലോ മത്സ്യം പിടിച്ചു. മാറാരോഗങ്ങൾ പെരുകുന്നു. ചില പത്രവാർത്തകളുടെ തലക്കെട്ടുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. ആരോഗ്യത്തിന് ഹാനികരമായ ഒട്ടേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സഹായകമായ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റർ ആകർഷകമാക്കാനായി ബോർഡറുകൾ നൽകുകയും ചിത്രങ്ങൾ വരയ്ക്കുകയും ആകർഷകമായ വാക്യങ്ങൾ ചേർക്കുകയും ചെയ്യാം. ഇവിടെ ഒരു ഉദാഹരണം നൽകിയിരിക്കുന്നത് നോക്കൂ. ഭക്ഷണത്തിലെ മായം ചേർക്കൽ ശിക്ഷാർഹമായ കുറ്റമാണ്. ശുചിത്വം പാലിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാതിരിക്കുക. ഭക്ഷണങ്ങളിൽ ചേർക്കുന്ന രാസവസ്തുക്കളുടെ അമിത ഉപയോഗം അർബുദത്തിന് കാരണമാവുന്നു. പ്രവർത്തനം 6. ആസ്വാദനക്കുറിപ്പെഴുതാം. കൊച്ചു നക്ഷത്രമേ എന്ന ജി ശങ്കരക്കുറുപ്പിന്റെ ഒരു കവിതയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൊച്ചു നക്ഷത്രമേ നിന്നെയാരാ മച്ചിലിരുത്തിയത് അമ്മയാണോ? വല്ലതും തട്ടിമറിച്ചുവോ നീ? വല്ലാതെ വാശി പിടിച്ചുവോ നീ? അമ്മ കയർക്കുവാൻ എന്തുമൂലം? നമ്മൾ കാണിക്കണം നല്ല ശീലം. താഴേക്ക് പോരുവാൻ മോഹമില്ലേ? വീഴാതിറങ്ങുവാൻ പറ്റുകില്ലേ? പൊക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ എന്തു ചെയ്യും? കൊച്ചു നക്ഷത്രത്തോട് കുട്ടി എന്തൊക്കെയാണ് പറയുന്നത്? കവിതയിൽ ഇഷ്ടപ്പെട്ട വരികൾ ഏതൊക്കെയാണ്? ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ കൂട്ടുകാരുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുമല്ലോ. എങ്കിൽ ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതി നോക്കൂ. മനസ്സിൽ വന്നിരിക്കുന്ന ഉത്തരങ്ങളെല്ലാം ചേർത്ത് ആകർഷകമായ വാക്കുകളും വാക്യങ്ങളും ഉപയോഗിച്ച് അക്ഷരത്തെറ്റില്ലാതെ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുകയാണ് വേണ്ടത്. ഉദാഹരണമായി ഇവിടെ നൽകിയിരിക്കുന്നത് നോക്കൂ. പ്രശസ്ത കവി ജി ശങ്കരക്കുറുപ്പിന്റെ മനോഹരമായ കവിതയാണ് കൊച്ചു നക്ഷത്രമേ. വികൃതി കാണിക്കുകയും വാശി പിടിക്കുകയും ചെയ്ത കാരണം തൻ്റെ അമ്മ മച്ചിൽ കയറ്റിയിരുത്തിയതാണോ എന്നാണ് കൊച്ചു നക്ഷത്രത്തോട് കുട്ടി ചോദിക്കുന്നത്. അമ്മയുടെ വഴക്ക് കേൾക്കാതിരിക്കാൻ നല്ല ശീലം കാണിക്കണമെന്ന് കുട്ടി നക്ഷത്രത്തോട് പറഞ്ഞു മനസ്സിലാക്കുന്നു. വീണു പോവാതെ താഴേക്കിറങ്ങുവാൻ കഴിയുമോ എന്ന് കുട്ടി നക്ഷത്രത്തോട് ചോദിക്കുന്നു. തനിക്ക് പൊക്കമില്ലാത്തതിനാൽ തൻ്റെ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ മറ്റു വഴിയില്ലെന്നാണ് കുട്ടി പറയുന്നത്. പൊക്കമില്ലാത്ത ഞാൻ കൈകൾ പൊക്കി നിൽക്കുകയല്ലാതെ എന്തു ചെയ്യും എന്ന വരി കുട്ടിയുടെ ആകാംക്ഷയും നിസ്സഹായതയും ആസ്വാദകർക്ക് പകർന്നു തരുന്നതിനാൽ ഈ വരി ഞാൻ കൂടുതലായി ഇഷ്ടപ്പെടുന്നു. കൊച്ചു നക്ഷത്രത്തോടുള്ള കുട്ടിയുടെ കരുതലും സ്നേഹവും ഈ കവിതയിലുടനീളം വായനക്കാരന് മനസ്സിലാക്കി തരുന്നു. ഒരേപോലെയുള്ള പദപ്രയോഗങ്ങൾ കവിതയുടെ ഭംഗി കൂട്ടുന്നു. കുറഞ്ഞ വരികളിലൂടെ കൂടുതൽ ആശയങ്ങളാണ് കവി വായനക്കാരന് കവിതയിലൂടെ നൽകുന്നത്. മാതാപിതാക്കളെ അനുസരിക്കാനും നല്ല ശീലങ്ങൾ കാണിക്കുവാനും കവിതയിലൂടെ കുഞ്ഞു കുട്ടികൾക്ക് പാഠം നൽകുന്നു. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.